ഒറ്റപ്പാലത്തെയും മലമ്പുഴയിലെയും UDF തോൽവി. കോൺഗ്രസിലും പൊട്ടിത്തെറി. PK ശശിക്കും A സുരേഷിനുമെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്. കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന ശശി തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ആരോടൊപ്പമായിരുന്നുവെന്നും ഇപ്പോൾ തോൽവിക്ക് കോൺഗ്രസിന്റെ മേലല്ല കുതിര കയറേണ്ടതെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് തുറന്നടിച്ചു. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനേക്കാൾ 7000 വോട്ടിൻ്റെ വർധനവാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വോട്ടിൽ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ 2026 തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വോട്ട് കുറവുണ്ടായിട്ടുണ്ട്. അത് പരിശോധിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പ്രസ്ഥാനവും തീരുമാനിച്ചിട്ടുണ്ട്. പ്രിയങ്കരനായ ഒറ്റപ്പാലത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയോട് പറയുവാനുള്ളത്, അതിനെക്കുറിച്ച് അദ്ദേഹം കൂടി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്തിലെ ബൂത്ത് കരിമ്പുഴ പഞ്ചായത്തിലെ 5, 6, 7, 8 ബൂത്തുകളാണ് അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്തിലെ ആ ബൂത്തുകളിൽ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ BJPക്ക് കുറച്ച് വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കാൻ ഒരു അന്വേഷണ കമ്മീഷൻ്റെയും സഹായമില്ലാതെ അദ്ദേഹത്തിന് തന്നെ സാധിക്കും. അത് പരിശോധിക്കാൻ അദ്ദേഹം തയ്യാറാകണം. അദ്ദേഹത്തിന് ഇത്തരത്തിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ, 2 സ്ഥാനാർത്ഥികൾക്കും അത്തരത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അത് പറയുവാനുള്ള പാർട്ടി ഫോറം അല്ലെങ്കിൽ മുന്നണിയുടെ ഫോറം ഈ 2 കാൻഡിഡേറ്റിനും ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു പറയേണ്ടത്. അല്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യമായി ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും ചെറുതായി കാണുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് വളരെ വേദനാജനകമാണ് എന്ന് പറയാൻ വ്യാസമുണ്ട്. തീർച്ചയായും ഈ കഴിഞ്ഞ 1.5 മാസക്കാലം രാവും പകലുമില്ലാതെ ഈ 2 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഈ 2 നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കോൺഗ്രസിൻ്റെയും മറ്റ് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും ഇവരുടെ കുറച്ച് മാസങ്ങളോ കുറച്ച് ദിവസങ്ങൾ മാത്രം ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വന്നിട്ടുള്ള സമയത്താണ് ഇത്രമാത്രം ആത്മാർത്ഥമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ രാവും പകലുമില്ലാതെ പണിയെടുത്തത്. അവരെ വില കുറച്ച് കാണുന്ന ഒരു സമീപനമായാണ് ഇത്തരം പ്രസ്താവനകളെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. PK ശശിയുടെ ഭാഗത്തു നിന്നും പരസ്യപ്രതികരണം പാടില്ലായിരുന്നു. PK ശശിയുടെ വീട് നിൽക്കുന്ന ബൂത്തിൽ BJPക്ക് വോട്ട് കൂടിയത് PK ശശി പരിശോധിക്കണമെന്ന് ജയഘോഷ് പറഞ്ഞു. മലമ്പുഴയിൽ ഉൾപ്പെടെ വോട്ട് കുറഞ്ഞത് പാർട്ടി പരിശോധിക്കണം. വോട്ട് കുറഞ്ഞ പ്രശ്നമുണ്ടെങ്കിൽ മുന്നണിയുടെ ഫോറത്തിലൂടെ പറയണം. അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല കോൺഗ്രസിനെതിരെ പറയേണ്ടത്. രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട പ്രവർത്തകരെ വില കുറച്ച് കാണുന്നത് പോലെയായി. വോട്ട് കൂടിയ മേഖലകൾ തോറ്റവർ പറയുന്നില്ല. പറയുന്നത് വോട്ട് കുറഞ്ഞത് മാത്രമാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞു. അതേസമയം ഫേസ്ബുക്കിലൂടെ ഇതിലും രൂക്ഷമായാണ് ജയഘോഷ് പ്രതികരിച്ചത്. സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നതിന്റെ തലേന്ന് രാത്രി വരെ കോൺഗ്രസിനെ ഭൂലോകത്ത് കിട്ടാവുന്ന എല്ലാ കുറ്റവും കുറവും പറഞ്ഞ് നടന്നവർ CPMൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് എക്സ്പയറി ഡേറ്റ് അടുത്തപ്പോൾ കോൺഗ്രസിന്റെ ചായ്പിലേക്ക് ഓടിക്കയറിയവർ 141 വർഷം പഴക്കമുള്ള ഇന്ത്യ പടുത്തുയർത്തിയ അന്നും ഇന്നും രാജ്യത്തെ മതേതരത്വത്തിന് കാവൽ നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാമേരുവിൽ അഭയം കൊടുത്ത് മത്സരിക്കാനുള്ള പരിഗണന ലഭിച്ചത് തന്നെ ഏതോ മുൻജന്മ പുണ്യമാവാം. ഇലക്ഷനിൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ച UDF സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തുമ്പോൾ പോലും മരണം വരെ ഉമ്മൻചാണ്ടി സാറിനെയും കുടുംബത്തെയും ഏറ്റവും അശ്ലീലമായ ഭാഷയിൽ വേട്ടയാടിയ അച്യുതാനന്ദന്റെ പടം വെച്ച് പൂജിക്കുന്ന വ്യക്തിക്ക് ഉമ്മൻചാണ്ടിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന പ്രവർത്തകർ കഴിഞ്ഞ വട്ടത്തേക്കാൾ 7000 വോട്ട് അധികം നൽകിയത് നിഷേധിക്കുന്നത് ഭൂഷണമല്ല. അയാളുടെ വിലപേശലിന് വഴങ്ങി ഒറ്റപ്പാലം വിട്ടുകൊടുത്തത് തന്നെ മുന്നണിക്ക് പിഴവ് പറ്റി. തന്റെ വീട് നിൽക്കുന്ന മണ്ഡലമാണെന്ന് പറഞ്ഞായിരുന്നു വാദം. എന്നിട്ട് ആ വാർഡിൽ പോലും ഈ വ്യക്തിക്ക് ലീഡ് ചെയ്യാൻ കഴിയാത്തതിന് കോൺഗ്രസിന്റെ മേലെ കുതിര കയറിയിട്ട് കാര്യമില്ല. ജയഘോഷ് ഫേസ്ബുക്കിലൂടെയും തുറന്നടിച്ചു. എന്നാൽ A സുരേഷ് പ്രതികരിച്ചിട്ടില്ല. അതേസമയം ജയഘോഷിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രിയങ്കരനായ PK ശശിയും പ്രിയങ്കരനായ A സുരേഷും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ആത്മാർത്ഥമായി വളരെ കഷ്ടപ്പെട്ട 2 സ്ഥാനാർത്ഥികളാണ്. അവരൊക്കെ വിജയിക്കണമെന്ന് ഐക്യജനാധിപത്യ മുന്നണി ആഗ്രഹിച്ചതാണ്. കോൺഗ്രസ് പ്രസ്ഥാനവും ആഗ്രഹിച്ചതാണ്. ഞങ്ങളൊക്കെ ആഗ്രഹിച്ചതാണ്. അതിലൊരു പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഉണ്ടാകാൻ പോകത്തില്ല. അത് അവർക്കൊക്കെ നിരാശയുണ്ടായിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. അതിലെ ഈ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചൊക്കെ പാർട്ടി ഘടകങ്ങളിൽ ഞങ്ങൾ പറയേണ്ട വേദികളിൽ പറയും. ഈ ഫേസ്ബുക്കിൽ താങ്കൾ ഇട്ടല്ലോ വിലപേശി സീറ്റ് വാങ്ങിച്ചു ഒറ്റപ്പാലത്ത് വീടാണെന്ന് കാരണം കാട്ടി, അത്തരത്തിലൊരു വിലപേശം ഉണ്ടായോ? അല്ല, അത് ഇത്തരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അത് അത്തരത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പാർട്ടി ഘടകത്തിൽ ഒറ്റപ്പാലത്ത് വീടാണെന്ന് പറഞ്ഞ് വിലപേശി സീറ്റ് വാങ്ങിച്ചു പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ശശിയാണല്ലോ. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവർ എന്നും പറഞ്ഞു. അപ്പോൾ അവരുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ? അല്ല, അതൊക്കെ ഞങ്ങൾ പാർട്ടി വേദിയിൽ പറയുന്നത് പാർട്ടി വേദിയിൽ പറയും. ഇനി ഒരേ സമയം CPMനെയും കോൺഗ്രസിനെയും എതിർക്കേണ്ട ഗതികേടിലായി PK ശശി. UTV ന്യൂസ്, പാലക്കാട്.